ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഏവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം. ആരാധനാ വർഷത്തിൽ പെരുന്നാളുകളുടെ പെരുന്നാളായ പുനരുത്ഥാന പെരുന്നാളിന്റെ കാലഘട്ടമാണ്. ഉയർപ്പ് പെരുന്നാളിന് ശേഷം നാലാമത്തെ ഞായറാഴ്ച, പുതിയ ഞായറാഴ്ചയ്ക്ക് ശേഷം മൂന്നാമത്തെ ആഴ്ചയിൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 31 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ പരിശുദ്ധ എവങ്കേലിയോനും ഇന്നത്തെ ധ്യാന വിഷയവും. ദൈവരാജ്യത്തിന്റെ കുറേയേറെ മർമ്മങ്ങൾ, ദൈവരാജ്യത്തിന്റെ കുറേയേറെ രഹസ്യങ്ങൾ അടങ്ങുന്ന ചില വാക്കുകൾ ഇന്നത്തെ ഈ വേദഭാഗം, ഈ അധ്യായം മുഴുവനായിട്ട്, ഈ 4-ാം അധ്യായം മുഴുവനായിട്ട് കാണുന്നുണ്ട്. സത്യനമസ്കാരം, ജീവജലം, നിത്യജീവൻ, നിങ്ങൾ അറിയാത്ത ഭക്ഷണം, ഇങ്ങനെ കുറേയേറെ സമസ്യകൾ. ഈ അധ്യായം നാം വായിക്കുമ്പോൾ ജാതിയുടെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വിവേചനത്തിൻ്റെയും അതിർവരമ്പുകളെ എല്ലാം ഭേദിച്ചുകൊണ്ട് കർത്താവിൻ്റെ ഒരു യാത്ര ഈ അധ്യായത്തിൽ കാണുന്നുണ്ട്. ജൂദിയായിൽ നിന്നും ശമരിയ വഴി ഗലീലയിലേക്കുള്ള യാത്ര. ഇതുവരെയുള്ള കർത്താവിന്റെ ശുശ്രൂഷകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അത് യഹൂദന്മാരുടെ ഇടയിൽ മാത്രമായിരുന്നു. ഇപ്പോൾ കർത്താവ് കടന്നു വന്നിരിക്കുന്നത് ശമരിയിലാണ്. ശമരിയക്കാരുടെ ഇടയിലേക്ക് വന്ന് ആ സുഖാറുന്ന ആ കിണറിന്റെ അടുക്കൽ പരിശീലിതനായിരിക്കുമ്പോൾ ഒരു ശമരിയക്കാരി സ്ത്രീയുമായുള്ള സംഭാഷണത്തിൽ കൂടി അവളെ നേടുകയാണ്. ശമരിയ ദേശത്തുകൂടി കർത്താവ് കടന്നു പോകുന്നത് തന്നെ ഒരു വലിയ അത്ഭുതം പോലെയാണ്. കാരണം ശമര്യർ എന്ന് പറയുമ്പോൾ എന്തായിരുന്നുവെന്ന് 2 രാജാക്കന്മാർ 17-ാം അധ്യായത്തിന്റെ 23 വാക്യങ്ങളിൽ ശമരിയക്കാരെ ഒരു പ്രത്യേക വർഗമായി പരിഗണിച്ചിരുന്നു. BC 722 ആ ചരിത്രം നാം പഠിക്കുമ്പോൾ BC 722 അസീറിയൻസ് ഇസ്രയേൽ ആക്രമിച്ചു. പല പ്രാവശ്യം ആക്രമിക്കപ്പെട്ട, ഇന്നും ആക്രമിക്കപ്പെടുന്ന ഒരു പ്രദേശമാണ് ഇസ്രയേൽ. യേശുക്രിസ്തുവിന് 722 വർഷങ്ങൾക്ക് മുമ്പ് അസീറിയൻസ് ഈ ഇസ്രയേൽ ആക്രമിച്ചു. അസീറിയയുടെ ആക്രമണത്തിന് അവരുടെ അധീനതയിലായി തീർന്നു ഈ ഇസ്രയേൽ. അതിൻ്റെ തലസ്ഥാനമായ ആ ശമരിയയിൽ, അതിൻ്റെ ആസ്ഥാനമായ ആ ശമരിയയിൽ ധാരാളം അസീറിയൻസിനെ കൊണ്ടുവന്ന് രാജാക്കന്മാരെ പാർപ്പിച്ചു. അങ്ങനെ അസീറിയൻസ് ആ പ്രദേശത്ത് താമസിക്കുകയും അവരുടെ പുറജാതികളുടെ ദേവന്മാരെ ആരാധിക്കുകയും ആ പ്രദേശം അങ്ങനെ സങ്കരമായ ഒരു വർഗമായി തീരുകയും അതിൽ കൂടി മല്ലപ്പെടുകയും ചെയ്തു. യഹൂദന്മാരുടെ ആ വീക്ഷണത്തിൽ അസീറിയൻസ് തലമുറയായി വെറുക്കപ്പെട്ട, ത്യജിക്കപ്പെട്ട, തള്ളപ്പെട്ട ഒരു സമൂഹമാണ്. അവരുടെ അടുക്കിലേക്ക് അവർ പോവുകയില്ല. അവർക്ക് തെക്ക് നിന്നും വടക്കോട്ട് പോകണമെങ്കിൽ യോർദാന്റെ കരയിൽ കൂടി ചേർന്ന് വേണം ഈ അസീറിയ ഒഴിച്ചിട്ട്. അങ്ങനെ അസീറിയയിൽ കൂടി അവർ കടന്നു പോകാറില്ല. അസീറിയക്കാരുമായിട്ട് അവർക്ക് സമ്പർക്കമില്ല. ഒരു വെറുക്കപ്പെട്ട വർഗമായി, ഒരു സങ്കരവർഗമായി അസീറിയൻസിനെ യഹൂദന്മാർ കാണുമ്പോൾ ഇപ്പോൾ ഇവിടെയാണ് കർത്താവ് ഈ ശമരിയയിലേക്ക്, ഈ ശമരിയൻ പ്രദേശത്തേക്ക് കടന്നു വരുന്നത്. പരിശീലിതനായ കർത്താവ് ആ കിണറിന്റെ അടുക്കിലിരുന്ന് അപ്പോഴാണ് വെള്ളം കോരുവാൻ ഒരു ശമരിയാക്കാരി സ്ത്രീ മധ്യാഹ്ന സമയത്ത് അവിടേക്ക് വരുന്നത്. വളരെ ചെറുപ്പത്തിൽ, ബാല്യത്തിൽ സൺഡേ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ ചിത്രം നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചതാണ്.
കർത്താവ് ഒരു മനുഷ്യനെ പോലെ അവളുടെ അടുക്കൽ വെള്ളം ചോദിക്കുന്നു. വെള്ളം കോരുവാൻ വന്ന അവൾക്ക് ഒരു വലിയ മർമ്മം കർത്താവ് വെളിപ്പെടുത്തുകയാണ്. ജീവന്റെ ജലം. യേശുദമ്പുരാൻ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് തൻ്റെ ദൗത്യത്തിന്റെ നിർവഹണമാണ്. ഇവിടെ ഈ ശമരിയാക്കാരി സ്ത്രീ ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരുവാൻ വരുന്നു. അവളെ കണ്ടുമുട്ടുന്നു, അവളുമായി സംഭാഷണം നടത്തുന്നു, അവസാനം അവളെ നേടുന്നു. അവൾ പോയി സുവിശേഷം അറിയിക്കുന്നു. അവളുമായിട്ടുള്ള സംഭാഷണത്തെ അവസാന ഭാഗത്തേക്ക് വന്നപ്പോൾ അതിനകത്തെ ആ വേദഭാഗം, ആ അധ്യായം മുഴുവൻ നമ്മൾ ഒന്ന് ഓടിച്ചു വായിച്ചാൽ അതിനകത്ത് സത്യ ആരാധന, ജീവജലം, നിത്യജീവൻ, ദൈവം മശിഹയാകുന്നു, ഇങ്ങനെ കുറെ ഏറെ മർമ്മങ്ങൾ അടങ്ങിയ സംഭാഷണമാണ്. ഇന്നത്തെ വേദഭാഗത്ത് ആ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 31 മുതൽ ആ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ റാബി ഭക്ഷിച്ചാലും, ഈ സംഭാഷണത്തിന്റെ അവസാനം ശിഷ്യന്മാർ വരുന്നു ഭക്ഷണവുമായിട്ട്. ഭക്ഷണം കൊണ്ടുവന്ന് കർത്താവിനോട് പറയുന്നു, റാബി ഭക്ഷിച്ചാലും. അപ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങൾ അറിയാത്ത ഒരു ഭക്ഷണം എനിക്ക് ഉണ്ട്. നിങ്ങൾ അറിയാത്ത, ഐ ഹാവ് എ ഫുഡ് ടു ഈറ്റ് വിച്ച് യു ഡു നോട്ട് നോ. നിങ്ങൾ അറിയാത്തൊരു ഭക്ഷണം എനിക്കുണ്ട്. അപ്പോഴേ പെട്ടെന്ന് ശിഷ്യ സമൂഹത്തിന് ആശങ്കയായി, ആരെങ്കിലും കൊണ്ടു കൊടുത്തു കാണുമോ, അതോ ഈ ശമരിയാക്കാരി കൊടുത്തതായിരിക്കുമോ എന്നൊക്കെ ചിന്തിച്ചു കാണും. വീണ്ടും അതിനെ ഒന്നുകൂടി അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയുന്നു, നിങ്ങൾ അറിയാത്ത ഭക്ഷണം എന്നെ അയച്ചവന്റെ പ്രവൃത്തി തികയ്ക്കുന്നതാണ്. ടു അക്കംപ്ലിഷ് ദ വിൽ ഓഫ് ഗോഡ് ദ ഫാദർ. എന്നെ അയച്ചവന്റെ പ്രവൃത്തി തികയ്ക്കുന്ന ആ എൻ്റെ കർമ്മം പൂർത്തീകരിക്കുന്ന ആ ഭക്ഷണം. ഇവിടെ 2 ചിന്തകളാണ്. നിങ്ങളറിയാത്ത ഭക്ഷണം. 2, എന്നെ അയച്ചവന്റെ പ്രവൃത്തി തികയ്ക്കുക. കർത്താവ് ഇവിടെ പറയുമ്പോൾ, ഈ ശിഷ്യന്മാരോട് ഇത് പറയുമ്പോൾ ഒരു വലിയ ആത്മനിർവൃതി കർത്താവിനുണ്ട്, ഒരു ചാരിതാർത്ഥ്യമുണ്ട്, ഒരു നിറഞ്ഞ സംതൃപ്തിയുണ്ട്. കാരണം തന്നെ അയച്ച പ്രവൃത്തി ഈ ശമരിയിൽ കർത്താവ് നിർവഹിക്കുകയാണ്. ആരും കടന്നു ചെല്ലാൻ തയ്യാറാകാത്ത, മറ്റുള്ളവരാൽ വെറുക്കപ്പെട്ട, ത്യജിക്കപ്പെട്ട, അവഗണിക്കപ്പെട്ട, യഹൂദന്മാർ അവഗണിച്ച, വെറുക്കപ്പെട്ട ആ ഒരു സമൂഹത്തിന്റെ ഇടയിലേക്ക് കർത്താവ് കടന്നു എന്ന് ഈ ശമരിയാക്കാരി സ്ത്രീയെ കർത്താവ് നേടുകയാണ്. അവൾ കർത്താവ് അവളെ നേടിക്കഴിഞ്ഞപ്പോൾ അവൾ ഓടുകയാണ് ശമരിയ പട്ടണത്തിലേക്ക്. ഓടിച്ചെന്നിട്ട് അവൾ കർത്താവിന് സുവിശേഷം അറിയിക്കുകയാണ്. അനേകർ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, അനേകർ ക്രിസ്തുവിങ്കലേക്ക് കടന്നു വരുന്നു. അനേകർ കൂട്ടത്തോടെ വരുമ്പോൾ അതിലൊരാൾ പറയുകയാണ്, ഗുരു, നീ എൻ്റെ ഭവനത്തിലേക്കൊന്ന് വന്നാലും. മറ്റൊരാൾ പറയുകയാണ്, നീ എൻ്റെ ഭവനത്തിൽ വന്ന് എന്നോടുകൂടി ഭക്ഷണം കഴിച്ചാലും. ഇങ്ങനെയൊക്കെയുള്ള അവരുടെ ആ മനസാന്തരം, രൂപാന്തരം, കർത്താവിനെ അറിയുവാൻ, കർത്താവിനെ സ്നേഹിച്ച് കർത്താവിനോട് കൂടിയായിരിക്കുവാൻ ആ ശമരിയ ദേശത്തെ മുഴുവൻ ശമരിയാക്കാരിക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞു. 2 ദിവസം അവരോടുകൂടി പാർക്കുന്നു. ഇവിടെ നമുക്ക് മനസ്സിലാകേണ്ടത്, കർത്താവ് പറഞ്ഞ ഭക്ഷണം, തന്നെ അയച്ച തൻ്റെ ഉത്തരവാദിത്വം ഏറ്റവും നിർവഹിക്കപ്പെടുന്ന അവസരമാണ്. തന്നെ ഏൽപ്പിച്ച ദൗത്യം, താൻ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം, ആ ദൗത്യം ഈ ശമരിയാക്കാരിയെ നേടുന്നതിൽ കൂടി കർത്താവ് നിർവഹിക്കപ്പെടുകയാണ്. അതിലൂടെ ഒരു വലിയ ചാരിതാർത്ഥ്യത്തിൻ്റെ, നിറഞ്ഞ സന്തോഷത്തിൻ്റെ, സംതൃപ്തിയുടെ വാക്കുകളാണ്, നിങ്ങളറിയാത്ത ആഹാരം, എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി. പ്രിയപ്പെട്ടവരെ, പരമമായ ദൈവത്തെ അറിയുവാനും പരമമായ ദൈവത്തെ മനസ്സിലാക്കി അവന് ഉൾക്കൊള്ളുവാനും ആ വഴിയിലൂടെ ചരിക്കുകയും ആ വഴിയിലൂടെ ചിന്തിക്കുകയും ആ വഴിയിലൂടെ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടേതായിരിക്കുന്ന ഒരു വലിയ ആത്മസംതൃപ്തിയും സമാധാനവുമുണ്ട്. അവിടെയാണ് എന്നെ നിങ്ങളറിയാത്ത ആഹാരം എന്ന് പറയുന്നത്. പൗലോസ് പറയുന്നു, ഒന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു,
ഒന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു, ടു നോ ജീസസ്, എൻ്റെ ക്രിസ്തുവിനെ അറിയുക. പരമമായ ലക്ഷ്യം അതാണ്. അതിലൂടെ നമ്മൾ എത്തിച്ചേരുമ്പോൾ, അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളെ, കൃത്യങ്ങളെ, ഉത്തരവാദിത്വങ്ങളെ, നമ്മുടെ ചുമതലകളെ ഏറ്റവും ഭംഗിയായിട്ട് ദൈനംദിനം നിർവഹിക്കപ്പെടുമ്പോൾ അതിലൂടെ കിട്ടുന്ന ഒരു ചാരിതാർത്ഥ്യവും ആ ദൗത്യത്തിൻ്റെ പൂർണ്ണതയും ഒക്കെ നമുക്ക്, അതാണ് എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി. നമ്മളെല്ലാവരും ഓരോരോ സ്ഥാനങ്ങളിൽ നിൽക്കുന്നവരാണ്. ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിൽ മനോഹരമായ ഒരു ചിത്രീകരണമുണ്ട്. ഒരു സന്യാസി ഒരാലിൻ്റെ ചുവട്ടിലിരുന്ന്, വൃക്ഷത്തിൻ്റെ തണലിലിരുന്ന് വിശ്രമിച്ചുകൊണ്ട് ധ്യാനിക്കുകയാണ്. ആ ധ്യാനത്തിൽ സന്യാസി മയങ്ങിപ്പോയി. മയക്കമുണർന്നപ്പോൾ സന്യാസിക്ക് വിശന്നു. ആ സന്യാസി തൊട്ടടുത്ത് കാണുന്ന ഒരു വീടിന്റെ കതകിൽ ചെന്ന് മുട്ടി, അല്പം ഭക്ഷണത്തിന് വേണ്ടി മുട്ടി, വീണ്ടും മുട്ടി, വീണ്ടും മുട്ടി, പല പ്രാവശ്യം മുട്ടി. കുറെ കഴിഞ്ഞപ്പോഴാണ് ആ വീട്ടമ്മ ആ കതവ് തുറന്നത്. ആ കതക് തുറന്ന് നോക്കുമ്പോൾ തൻ്റെ വാതിക്കൽ നിൽക്കുന്ന സന്യാസിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ സന്യാസി ക്ഷോഭിച്ചു നിൽക്കുകയാണ്. എന്തേ തുറക്കാൻ താമസിച്ചത് എന്ന് ചോദ്യവും. ഞാൻ സന്യാസി വന്നിട്ട് മുട്ടിയിട്ട്, നീ എന്താ തുറക്കാൻ താമസിച്ചത്? ആ വീട്ടമ്മ പറഞ്ഞു ഈ സന്യാസിയുടെ, അങ്ങ് തപശ്ചര്യയിൽ ശക്തനാണ്, അങ്ങയുടെ തപസ്സിന്റെ ശക്തി എനിക്കറിയാം. ഞാനിവിടെ എൻ്റെ അടുക്കളയിൽ നിൽക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഞാൻ കാണുന്നു, അങ്ങ് തപസ് ചെയ്യുമ്പോൾ അങ്ങയുടെ തപസ്സിനും അങ്ങയുടെ മയക്കത്തിനും ഭംഗം വരുത്തിക്കൊണ്ട് 2 കിളികൾ ആ ശിഖരത്തിൽ ഇരുന്നു കൊണ്ട് കലിവില ശബ്ദമുണ്ടാക്കി അങ്ങ് രൂക്ഷമായിട്ട് ആ കിളികളെ നോക്കിയപ്പോൾ ആ കിളികൾ ചാരമായി തീർന്നു. ഇതൊക്കെ ഞാൻ ഈ അടുക്കളയിൽ നിന്നുകൊണ്ട് കാണുന്നുണ്ട്. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളിപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് വരും, അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുകയായിരുന്നു. എൻ്റെ ഭർത്താവ് ജോലിക്ക് ഇടയിൽ വന്ന് ഭക്ഷണം കഴിക്കുവാൻ വരും, അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുകയായിരുന്നു. ഞാൻ എൻ്റെ ദൗത്യത്തിൽ വ്യാപൃതിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ തുറക്കാൻ താമസിച്ചത്. അങ്ങയുടെ ഈ ശക്തിയൊന്നും ഇങ്ങോട്ട് വേണ്ട എന്ന് സന്യാസിയുടെ ആ വീട്ടമ്മ പറയുമ്പോൾ ഓരോരുത്തരെയും ഓരോരോ സ്ഥാനങ്ങളിൽ തമ്പുരാൻ ആക്കിയിരിക്കുന്നു. യേശു തമ്പുരാൻ തൻ്റെ ദൗത്യം പൂർത്തീകരിക്കുന്ന അവസരത്തിൽ താൻ ആരും സ്നേഹിക്കാത്ത ശമരിയാക്കാരെ സ്നേഹിച്ച് ആ ശമരിയാക്കാരെ നേടിയപ്പോൾ കർത്താവിൻ്റെ ദൗത്യം, അതിലൂടെ ഒരു സംതൃപ്തിയോടെ, നിങ്ങളറിയാത്ത ഭോജ്യം എനിക്കുണ്ട്. ജീവിതത്തിൽ ദൗത്യങ്ങളെ, ഉത്തരവാദിത്വങ്ങളെ, നമ്മുടെ ചുമതലകളെ, നാം ഓരോരോ സ്ഥാനത്തിരിക്കുന്നവരാണ്. ഒരു പുരോഹിതനായി, ഒരു ശുശ്രൂഷകനായി. കുരിശി ബാബ പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. ഒരു പുരോഹിതൻ ബലിയർപ്പിക്കുമ്പോൾ ആ പുരോഹിതൻ ബലിയർപ്പിക്കുന്നത് പോലെ പരമപ്രധാനമായ ഒരു ശുശ്രൂഷയാണ് ആ ബലിയർപ്പണത്തിന് ആവശ്യമായ ഒരു കുർബാനയപ്പം ഒരു ശുശ്രൂഷകൻ ഉണ്ടാക്കി കൊടുക്കുന്ന ആ ശുശ്രൂഷകന്റെ ദൗത്യവും. അത്രമാത്രം ഓരോരുത്തരെയും ഓരോ ചുമതലകളും തമ്പുരാൻ ഏൽപ്പിച്ചിരിക്കുന്നു. ഒരമ്മയായി, ഒരു സഹോദരിയായി, ഒരു വീട്ടുടമസ്ഥരായി, ഒരു അധ്യാപകനായി, ഒരു ഗുരുവായി, ഓരോരുത്തരെയും ഈ സമൂഹത്തിൽ ഓരോരോ സ്ഥാനത്ത് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നു. അത് ചെറുതാകാം, അത് വലുതാകാം. പക്ഷേ ദൈവസന്നിധിയിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളെ, ഏറ്റെടുത്ത ചുമതലകളെ കൃത്യമായി നിർവഹിക്കുന്നതിലൂടെ ഒരു വലിയ ആത്മസംതൃപ്തിയും ആത്മനിർവൃതിയും എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം, ടു അക്കംപ്ലിഷ് ദ വിൽ ഓഫ് ഗോഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ.